നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ബീഫ് മന്തിയാണ്. അപ്പൊ നമ്മുടെ പോത്തും കൂട്ടനെ നമ്മൾ കഴുകി റെഡിയാക്കാൻ കേട്ടോ. അപ്പോൾ 1-2 കഴുകി നമ്മൾ കഴിഞ്ഞതാണ്. നമ്മുടെ പോത്തും കൂട്ടനെ ഇനി നമ്മൾ വരഞ്ഞൊന്ന് സെറ്റ് ആക്കണം. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ തേക്കുന്ന മസാലയ്ക്ക് ഇത് നമുക്ക് പിടിക്കാനുള്ളതാണ്. അപ്പൊ നമ്മുടെ മന്തി മസാല, സ്പെഷ്യൽ മസാല നമ്മുടെ പോത്തും കുട്ടന്റെ മേത്തിട്ട് കൊടുക്കുകയാണ്. അപ്പൊ നമ്മുടെ പോത്തുകുട്ടനെ മസാല തേച്ച് റെഡിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇനി നേരെ അപ്പുറ സൈഡ് തിരിച്ച് മച്ചമരങ്ങനെ നമ്മുടെ പോത്തുകുട്ടനെ നമ്മള് മസാലയൊക്കെ തേച്ച് റെഡിയാക്കിയിട്ടുണ്ട്. കണ്ട സവാള അരിയുന്ന പരിപാടിയാണ്. ഇനി നമ്മുടെ ക്യാപ്സിക്കം കൂട്ടാണ്. അങ്ങനെ നമ്മുടെ റൈസ് കഴുകിയെടുക്കുന്ന പരിപാടിയാണ്. പക്ഷെ പറയുമ്പോൾ നമ്മുടെ സ്റ്റൗ നമ്മൾ കത്തിക്കാൻ പോകാണ്ട്. അതെ അപ്പൊ നമ്മുടെ ചെമ്പെടുത്ത് കയറ്റിയൊക്കെയാണ്. ഇനി നമ്മുടെ ഓയിൽ എടുത്ത് ചെമ്പിൽ ഒഴിച്ചു കൊടുക്കുക. അപ്പൊ നമ്മുടെ അരി തരാനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാണ്ടില്ലെങ്കിൽ ഇനി നമുക്ക് വേണ്ട ഉപ്പുണ്ടാവും. ഇനി നമ്മുടെ മന്തിര മസാല നമ്മൾ ചേർക്കാൻ പോകുന്നത്. വെള്ളമൊക്കെ തിളച്ചിട്ടുണ്ട്. നമ്മുടെ റൈസ് ഇട്ട് കൊടുക്കാൻ പോവാണ് നമ്മള്. നമ്മുടെ റൈസ് ഒക്കെ സെറ്റ് ആയി സ്ഥിതിക്ക് നമ്മുടെ ഗ്യാസ് നമുക്ക് ഓഫ് ചെയ്യാം. പക്ഷെ പറയുമ്പോൾ നമ്മുടെ മന്തിനെ ഇറക്കാൻ പോകുന്നത് ഈ ഒരു മന്തിക്കുഴിയിലാണ്. പക്ഷെ പറയുമ്പോൾ നമ്മുടെ മന്തിക്കുഴിക്ക് നമ്മൾ തീയിടാൻ പോവാണ്. ഞാൻ നമ്മുടെ മന്തി റൈസ് കുഴിയിലേക്ക് ഇറക്കാണ്. പക്ഷെ പറയുമ്പോൾ നമ്മുടെ ബീഫ് ഇതിന്റെ മുകളിലേക്ക് ഇറക്കി വെക്കാൻ പോവാണ്. അപ്പൊ ഇത് ഏകദേശം നമ്മൾ ഇനി മന്തിക്കുഴി അടച്ചു വെച്ചിട്ട് 3 തുടങ്ങി 4 മണിക്കൂർ നമ്മളിങ്ങനെ വേവിച്ചെടുക്കും. പക്ഷെ നമ്മുടെ മന്തി മുകളിലേക്ക് പൊന്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ നമ്മുടെ റൈസ് ഒക്കെ സെറ്റ് ആയി കിടക്കുന്നുണ്ട്. പിന്നെ നമുക്കൊന്ന് കുത്തി ഇളക്കി നോക്കാം. ഈ സംഭവം ഇങ്ങനെ എടുക്കുക. നേരെ നമ്മുടെ കണ്ട റൈസിലേക്ക് ഇട്ടിട്ട് ചുറ്റിച്ചെടുത്തിട്ട് നമ്മളിതേ അടിപൊളി എന്താ പറയാ പൊളി സാധനം, രക്ഷയില്ല.